ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സയാണ്. ചിക്കൻ ടിക്ക പിസ്സ. നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നല്ലൊരു പിസ്സയാണ്. അപ്പോൾ അത് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞ ശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ചിക്കൻ ടിക്ക ഉണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാൻ 1/4 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ ടിക്ക മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ജ്യൂസ്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്. അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നീട് അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇപ്പോൾ ചിക്കൻ ടിക്കയുടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. എൻ്റെ ചിക്കൻ ടിക്ക എന്നുള്ള വീഡിയോ പോയി കണ്ടു കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നതാണ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. പിന്നീട് പിസ്സ ഉണ്ടാക്കാനായിട്ട് 2.5 കപ്പ് മൈദ എടുത്ത് നല്ലപോലെ അരിച്ചെടുക്കണം. 2.5 കപ്പ് മൈദ അരിച്ചെടുത്തതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. അത് പൊടി പോലെ ഇരിക്കുന്ന ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നീട് ഞാനിപ്പോൾ 1 കപ്പ് വാം വാട്ടറാണ്, നല്ല ചെറിയ ചൂടുണ്ടാവുള്ളൂ, ആ 1 കപ്പ് ആദ്യം ഒഴിക്കണം. 1 കപ്പ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. ഏകദേശം ഒരു 1.5 കപ്പ് ചെറിയ ചൂടുവെള്ളം എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ ആദ്യം 1 കപ്പ് ഒഴിച്ച് നോക്കുക. ഒഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഓരോ ടേബിൾ സ്പൂൺ വീതം പിന്നീട് ചേർക്കാവുള്ളൂ വെള്ളം. അങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ച് നോക്കണം. ഇപ്പോൾ ഏകദേശം ഞാൻ 1.25 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നല്ലപോലെ കുഴയ്ക്കണം. ആദ്യം കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും, കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. വെള്ളമെല്ലാം കറക്റ്റായിട്ട് വന്ന് കുഴച്ച് കഴിയുമ്പോൾ ആ വെള്ളവും മാവും എല്ലാം കൂടെ നല്ലപോലെ ചേർന്ന് കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കണ എല്ലാം മാറി കിട്ടിക്കോളും. നല്ലപോലെ കുഴയ്ക്കണം. ആദ്യം ഒരു 10 മിനിറ്റ് നല്ലപോലെ കുഴയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ആ മാവിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിലും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും മതി, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. എന്തെങ്കിലും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. ഓയിൽ ഒഴിച്ച ശേഷം ഒരു 5 മിനിറ്റ് കൂടി മാവ് നല്ലതുപോലെ കുഴയ്ക്കണം. അപ്പോൾ നമ്മൾ ആ വിരൽ ഒന്ന് കുത്തി നോക്കുമ്പോൾ ആ ഷേപ്പ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാവ് കുഴച്ചത് കറക്റ്റായിട്ടുണ്ടെന്നാണ്. എന്നിട്ട് ഞാൻ ആദ്യം കുഴച്ച് വെച്ച ബൗളിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ കുഴച്ച് വെച്ച മാവ് എടുത്ത് വയ്ക്കണം. പിന്നെ ആ മാവിൻ്റെ മുകളിലും കുറച്ച് ഒലിവ് ഓയിൽ തേക്കണം. എന്നിട്ട് അത് നല്ലതുപോലെ കവർ ചെയ്ത് 1 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കണം. ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ആ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കോള് കത്തിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കുറച്ച് നേരം വെക്കണം. ഇത് ഞാൻ 10 ഇഞ്ചിൻ്റെ ഒരു പാനാണ്. അതിലേക്ക് ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ തേച്ച് എല്ലായിടത്തേക്കും തേച്ച് പിടിപ്പിച്ചു. പിന്നെ 1 ടീസ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് ആ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് സ്പ്രെഡ് ചെയ്തു. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. കുറച്ച് മൈദ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പൊങ്ങിയ മാവ് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് അത് പുറത്തുനിന്ന് അകത്തോട്ടൊന്ന് മടക്കി എടുത്ത് അത് ബോൾ ഷേപ്പ് പോലെ ആക്കണം.
ഈ മാവിനെ ഞാൻ രണ്ടാക്കിയിട്ടാണ്, 2 പിസ്സ ഉണ്ടാക്കാം. അത് തിൻ ക്രസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള സോഫ്റ്റ് ആൻഡ് കട്ടിയായിട്ടുള്ള പാൻ പിസ്സ വേണമെങ്കിൽ അതും ഉണ്ടാക്കാം. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ അത് ചെയ്താൽ മതി. ഇപ്പം ഞാൻ എന്നിട്ട് അത് കൈ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്യുക. കൈ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോലാണെങ്കിലും മതി. അത് നല്ലപോലെ ഒരേ കനത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ അടിയിൽ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ടിട്ട് വേണം പരത്താനായിട്ട്. പരത്തിയ ശേഷം നമ്മൾ ആ പാനിലേക്ക്, പിസ്സ പാനിലേക്ക് ഇട്ടിട്ട് ആ പിസ്സ പാനിൻ്റെ വട്ടത്തിൽ തന്നെ ഇത് ഒന്നും കൂടിയിട്ട് പരത്തണം. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് കുറച്ചും കൂടിയിട്ട് പൊക്കി വയ്ക്കണം. ഒരു 1/2 ഇഞ്ചെങ്കിലും, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ മുകളിലേക്ക് ഒന്ന് സൈഡിലേക്ക് കൊണ്ട് പൊക്കി വയ്ക്കണം മാവ്. പിന്നീട് ഫോർക്കും കൊണ്ട് പിസ്സയുടെ മുകളിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കണം. ഒത്തിരി പിസ്സ ഒത്തിരി ആയിട്ട് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ പാനിൽ തന്നെ 1/2 മണിക്കൂർ വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയുള്ളൂ. ഇനി ചിക്കൻ എടുത്ത് വറുക്കുക. അപ്പോൾ ചിക്കനിലിരിക്കുന്ന ആ കോളെടുത്ത് മാറ്റണം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം ഈ ചിക്കൻ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ ടിക്കയുടെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്യണം. അതിനുശേഷം ആ ചിക്കനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. പിന്നീട് പിസ്സയുടെ മുകളിൽ ഇടാനായിട്ട് ഞാൻ ഒലിവ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, സവാള, ടൊമാറ്റോ, ഹാലപ്പിനോ, പിന്നെ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചിക്കനെ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീസ്, മൊസറല്ല ചീസും ഉണ്ട്, ചേദർ ചീസും ഉണ്ട്. 2 ചീസും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിസ്സ കുറച്ചും കൂടിയിട്ട് ആ പാനിലിരുന്ന് കുറച്ചും കൂടിയിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പിസ്സ ഉണ്ടാക്കാനായിട്ട് മാവിൻ്റെ മുകളിലേക്ക്, പൊങ്ങിയ മാവിൻ്റെ മുകളിലേക്കാണ് ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക. പിന്നീട് ചീസ് ഇടുക. ചീസ് ആദ്യം ഇടണമെന്ന് നിർബന്ധമില്ല. ഇവിടെ കുട്ടികൾക്ക് ചീസ് കുറേ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ചീസ്. ചീസ് ഇട്ട ശേഷം ചിക്കനും ബാക്കിയുള്ള വെജിറ്റബിളെല്ലാം നമുക്ക് ഇടാം. ഏകദേശം 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണ് പിസ്സയുടെ മുകളിൽ ഇട്ടാൽ മതി. പിന്നീട് ബാക്കിയുള്ള ചീസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ ചീസ് എല്ലാം ഇടാം. അപ്പോൾ ആ ചീസും ഈ ചിക്കനും എല്ലാം ഞാൻ 2 പിസ്സയ്ക്കുള്ള അളവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പിസ്സ റെഡിയാക്കി നമ്മൾ പാനിൽ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്ത പിസ്സ വേറൊരു പാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പരത്തി വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്സ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓവനിലേക്ക് മറ്റേ പിസ്സയും വെക്കാവുന്നതാണ്. ഒരു 1/2 മണിക്കൂർ ബേക്ക് ചെയ്ത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ 40 മിനിറ്റ്. അത് ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ പോലെ ഇരിക്കും. എല്ലാവരും അപ്പോൾ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.